CPIM പരിപൂർണമായി ഇന്ത്യയിൽ നിന്നും വാഷ് ഔട്ടാകും എന്നുള്ളതിൻ്റെ നിർണായക തെളിവുകൾ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെയുള്ള അവരുടെ ആഭ്യന്തര റിപ്പോർട്ടുകളിൽ വ്യക്തമാവുകയാണ്. 2030 CPIM ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകും. കാരണം ഒരു സംസ്ഥാനത്ത് പോലും അധികാരത്തിൽ ഉണ്ടായിരിക്കില്ല 2030 ആകുമ്പോൾ. CPIM എന്ന സംഘടന പരിപൂർണമായി നാശോന്മുഖമായി തീരും എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും വരികയാണ്. നമുക്കറിയാം, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPIM തകർന്നടിഞ്ഞു. ത്രിപുരയിൽ മാത്രമാണ് CPIM ഇപ്പോൾ മരുന്നിനെങ്കിലും MLA മാർ ഉള്ളത്. അടുത്ത തവണ കൂടിയാകുമ്പോൾ അതും ഉണ്ടാകില്ല എന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായി അറിയാം. അതിന് കാരണമാകുന്നത് അവരുടെ നേതാക്കളുടെ താൻപോരിമ തന്നെയാണ്. കേരളത്തിലും അതുതന്നെയാണ് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്നത്. കാരണം CPIMകാർ അഹങ്കരിക്കുന്നത് കഴിഞ്ഞ 2 തവണയായി അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 തവണ അധികാരത്തിൽ തുടർച്ചയായി വരുമ്പോഴൊക്കെ അതൊരു അപകട സൂചനയാണ് വരുന്നത്. 20 കൊല്ലം തുടർച്ചയായി ത്രിപുര ഭരിച്ച മാണിക് സർക്കാരിൻ്റെ അധോഗതിയും അതുപോലെ തന്നെ 34 കൊല്ലം തുടർച്ചയായി ബംഗാൾ ഭരിച്ച CPIMൻ്റെ അധോഗതി, അത് അവസാനം ബുദ്ധദേവ് ഭട്ടാചാര്യ സ്വന്തം മണ്ഡലത്തിൽ തകർന്നടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, അതായത് ചീഫ് സെക്രട്ടറിയാണ് ബുദ്ധദേവിനെ പരാജയപ്പെടുത്തിയെന്ന് ഓർമ്മ വേണം. കാരണം നന്ദിഗ്രാമിൽ അവിടെ നടത്തിയ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞ ചീഫ് സെക്രട്ടറിയാണ് ബുദ്ധദേവിനെതിരെ വിജയിച്ചത്. ഇവിടെ പിണറായി വിജയൻ ഉൾപ്പെടെ 2026 നിയമസഭയിൽ ഒരുപക്ഷെ തോറ്റാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്രയേറെ ശോചനീയമായിരിക്കും CPIMൻ്റെ അവസ്ഥ എന്ന് സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതായത് കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തിന് 40-ന് താഴെയായിരിക്കും സീറ്റുകൾ എന്ന വിലയിരുത്തലാണ് പല ഏജൻസികളും നടത്തുന്നത്. 140-ൽ 40-ന് താഴെ സീറ്റിലേക്ക് ഇടതുപക്ഷം മൊത്തത്തിൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യവും 2001 തെരഞ്ഞെടുപ്പ് ഫലത്തിന് സമാനമായ ഒരു രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്, UDFൻ്റെ തിരിച്ചുവരവും ആഘോഷിക്കപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. അതിന് ഉതകുന്ന കാരണങ്ങൾ പലതാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്, അതിന് സമാനമായ സാഹചര്യങ്ങൾ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇപ്പോൾ അണിയറ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തനി ആവർത്തനം ഒരിക്കലും നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന് വെറുതെയെങ്കിലും ആശിക്കുന്ന CPIMന് പക്ഷേ അങ്ങനെയല്ല. കേരളം ആൻറ്റി ഇൻകംബൻസി കൃത്യമായി ഇഫക്റ്റീവായി അത് നടപ്പിലാക്കും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷനായി കണക്കാക്കപ്പെടുന്നുണ്ട്. CPIMലെ തന്നെ നിരവധിയായ നേതാക്കൾ, MLA മാർ, ജനപ്രതിനിധികൾ സീറ്റ് കിട്ടാതെ അവരിൽ പലരും പാർട്ടി തന്നെ വിടുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് CPIM തകർച്ചയുടെ വക്കിലാണ് എന്ന് ബോധ്യമുള്ള പല നേതാക്കൾക്കും അറിയാം. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. CPIM എന്ന സംഘടന ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിലായി വാനിഷ് ആകുന്ന, വാഷ് ഔട്ട് ആകുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ 2026 അധികാരം കിട്ടിയില്ലെങ്കിൽ അത് പരിപൂർണമായി ഇല്ലാതാകുന്ന സാഹചര്യം, അതാണ് CPIMന് വരാൻ പോകുന്നതെന്ന് വളരെ ഞെട്ടലോടെ തന്നെ ഒരു ആഭ്യന്തര റിപ്പോർട്ടായി പാർട്ടിക്കുള്ളിൽ വന്നിരിക്കുകയാണ്. MA ബേബി ഇപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ MLA മാർ ഇപ്പോഴും ഉണ്ട്, 62ഓളം MLA മാർ. ഇങ്ങനെയൊക്കെ അഹങ്കരിച്ചിരിക്കുമ്പോൾ വലിയൊരു അട്ടിമറിയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതേ രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ CPIM വാഷ് ഔട്ട് ആകും, ഒരു സംശയം വേണ്ട. 111 അസംബ്ലി സെഗ്മെന്റിലാണ് UDF 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്നതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ മികച്ച ഒരു നേട്ടത്തിലേക്ക് 120-ഓ 120-ൽ കൂടുതലോ സീറ്റുകൾ മുന്നിട്ട് നിന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. CPIM നേതാക്കൾക്ക് ഈ ആഭ്യന്തര റിപ്പോർട്ട് വളരെ വ്യക്തമായി അറിയാം.